മുഹമ്മദ് അസ്ലം ചേരുന്നു വീണ്ടും പാലക്കാട് നിന്ന്. അസ്ലം, ആദ്യത്തെ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ പാലക്കാടിന്റെ പൊതുചിത്രം എന്താണ്? നമുക്ക് ഔദ്യോഗികമായി PRDയുടെ ഭാഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും 5% കഴിഞ്ഞു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. അതായത് ആദ്യ മണിക്കൂറിൽ തന്നെ 5% പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ബൂത്തുകളിലും 180 ബൂത്ത് 84 ആക്സിലറി ബൂത്തുകളാണ്. 180 കേന്ദ്രങ്ങളിലും വോട്ടർമാരുടെ നല്ല നിറഞ്ഞ നിര തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ആദ്യഘട്ടത്തിൽ വളരെ വേഗതയിൽ തന്നെ നടക്കുന്നുണ്ട്. എത്ര സമയം ഇത് പൂർണ്ണമായി ഈ അർത്ഥത്തിൽ തന്നെ പോകുമോ, അല്ലെങ്കിൽ പോളിംഗ് ശതമാനം വയനാട് ചേലക്കരയിലും കുറഞ്ഞതുപോലെ കുറയുമോ എന്നും നമുക്കറിയില്ല ഇപ്പോൾ ഈ ഘട്ടത്തിൽ. അതേസമയം ആദ്യഘട്ടത്തിൽ വോട്ടർമാർ ആവേശകരമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നൊരു പൊതു അവധി ദിവസമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റുമൊക്കെ ഓഫീസുകളൊന്നും ഇല്ല. എന്നാൽ പോലും എല്ലാ ആൾക്കാരും രാവിലെ തന്നെ വോട്ട് ചെയ്യണം. പലരോടും നമ്മൾ രാവിലെ പ്രതികരണം തേടുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതൊരു ആവേശകരമായ തെരഞ്ഞെടുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ കരുതി എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം, പലതരത്തിലുള്ള ചർച്ചകളും ഉയർന്നതിന്റെ ആവശ്യം മാത്രമല്ല, മുന്നണി സ്ഥാനത്തേലും ശക്തമായ പ്രചരണം നടത്തിയ ഒരു മണ്ഡലം നടത്തിയുള്ള ഒരു ആവേശം, അത്തരം ഒരു സാന്നിധ്യം സ്വാഭാവികമായും ഉണ്ട്. വോട്ട് ചെയ്ത് കഴിഞ്ഞു രാവിലെ തന്നെ ചെയ്തു അല്ലേ? വളരെ വേഗത്തിൽ വോട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. വോട്ട് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരും പലരെ കാണാനും നേതാക്കളെ മറ്റുമൊക്കെ കാണാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ വോട്ട് ചെയ്ത് ഇറങ്ങാൻ മറ്റുമൊക്കെ കാത്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ ഇവിടെ വോട്ട് ചെയ്തതിനു ശേഷം ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. വോട്ട് ചെയ്ത് വളരെ വേഗത്തിൽ ഇറങ്ങാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. വലിയ തടസ്സങ്ങളൊന്നുമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സരിൻ വോട്ട് ചെയ്യാൻ എത്തിയ ആ ഒരു ബൂത്തിലാണ് ആദ്യഘട്ടത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് പരിഹരിച്ച് അവിടെയും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 184 ബൂത്തുകൾ, 180 ആക്സിലറി ബൂത്ത് ഉൾപ്പെടെ 184 ബൂത്തുകളിലും വോട്ടിംഗ് കൃത്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ഒരു പോരാട്ടം ശക്തമായി നടന്നതിന്റെ പ്രതിഫലനം പോളിംഗ് ബൂത്തുകളിൽ ആദ്യം എത്തിക്കാൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു എല്ലാ 3 പാർട്ടികളും 3 മുന്നണികളെയും രാഷ്ട്രീയ പ്രവർത്തകർ ബൂത്തുകളിലെ പ്രവർത്തനം സജീവമാക്കിയത് കാരണം വോട്ടർമാരെ ആദ്യമേ തന്നെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. എത്തിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ നല്ല പ്രതികരണമുണ്ട്. ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നു. വോട്ട് ചെയ്യണം, വോട്ടുകൾ എല്ലാവരും ചെയ്യണം. തെരഞ്ഞെടുപ്പാണല്ലോ, നല്ല ആവേശമാണല്ലോ, ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും നല്ലത് വർക്ക് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വോട്ടുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവായ പ്രതികരണം, അല്ലെങ്കിൽ പോളിംഗിനോടുള്ള ഒരു പോസിറ്റീവായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ആരെയായിരിക്കും ഈ നല്ല പോളിംഗ് പിന്തുണയ്ക്കുകയെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ നിന്നും പറയാൻ കഴിയില്ല. കാരണം ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ സാധാരണഗതിയിൽ പാലക്കാട് സാന്നിധ്യം അറിയിക്കാതിരുന്ന, അല്ലെങ്കിൽ വലിയ സാന്നിധ്യമല്ലാത്ത LDF പോലും ഇത്തവണ നല്ല സാന്നിധ്യമായി തന്നെ നിലവിലുണ്ട്. UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. BJP ഇത്തവണ എന്തായാലും അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. 3ാം സ്ഥാനം എന്ന് പറയുന്നത് തങ്ങളുടെ പതിവ് മറികടന്നുകൊണ്ട് മുന്നേറാൻ കഴിയുമെന്ന് പ്രതീക്ഷ LDFിനുമുണ്ട്. വോട്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണോ? ആരെങ്കിലും ഉണ്ടോ? ഹസ്ബൻഡ് വരാനുണ്ട്. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പറ്റി? രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പറ്റി. തിരക്കുണ്ടോ വന്നവണോ? ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വേഗം നീങ്ങുന്നുണ്ട്. വോട്ട് ചെയ്ത് കഴിഞ്ഞോ? വോട്ട് ചെയ്യാൻ ആവേശത്തോടെ വന്നാണോ, അതോ രാവിലത്തെ പണിക്ക് മുമ്പേ തീർക്കാന്ന് വന്നാണോ? നല്ല ആവേശത്തോടെ പോളിംഗ് ചെയ്യാൻ തന്നെ വന്നതല്ലേ? അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞോ? മനസ്സിൽ രാഷ്ട്രീയമാണോ അതോ പൊകസിനാണോ? തീർച്ചയായിട്ടും രാഷ്ട്രീയം, പൊളിറ്റിക്സ് തന്നെയാണ്. തൊട്ട് അത്രയും ആവേശത്തോടെ ആദ്യം തന്നെ വോട്ട് ചെയ്യണമെന്ന് കരുതി വരണം. തീർച്ചയായിട്ടും വോട്ട് ചെയ്ത് കഴിഞ്ഞു. വോട്ട് സംതൃപ്തിയുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും. പോളിംഗ് തിരക്കൊന്നുമില്ലല്ലോ. തിരക്ക് മീൻസ് കയറി വരുന്നാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല. സ്പീഡി കാര്യങ്ങൾ നടക്കുന്നത് അതെല്ലാം ഈസിയായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരീരം തരംഗമാണ് ഇവിടെ. സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും പോളിംഗിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. കാരണം കയറുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. രാഷ്ട്രീയവും വികസനവും സ്വന്തം സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹമൊക്കെ തന്നെ ആളുകൾ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നത് GLP സ്കൂളിൽ മണപ്പുള്ളിയിലാണ്. അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ 2 ബൂത്തുകളുണ്ട്. അടുത്ത സമീപത്തെ സ്കൂളിൽ തന്നെ 2 ബൂത്തുകളുണ്ട്. ഈ പാലക്കാട് നഗരസഭയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. അടുത്തടുത്ത വീടുകളും നിരവധി വോട്ടർമാരുമാണ്. അതുകൊണ്ട് തന്നെ ബൂത്തുകളിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ നല്ല തിരക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിന്റെ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മന്ദഗതി വോട്ടെടുപ്പിൽ ഇല്ല എന്ന് തന്നെ പറയാം. പോളിംഗ് സാമാന്യം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂർ 5% കഴിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായ കണക്ക് അല്പസമയത്തിനകം വരികയും ചെയ്യും. നിഷാദ്.
ആദ്യത്തെ മണിക്കൂറിൽ പാലക്കാട്ടെ പോളിംഗിന്റെ ചിത്രം ആവേശഭരിതമാണ്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം എല്ലാ പോളിംഗ് ബൂത്തിന്റെയും മുന്നിൽ കാണാം. 154 പോളിംഗ് ബൂത്തുകളിലായാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന പാലക്കാട്ടിൽ ആരാണ് വിജയത്തിന്റെ കിരീടം ചൂടുക എന്നറിയാനുള്ള അതിനിർണായകമായ വിധിയെഴുത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പാലക്കാട്ടെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ടേൺ ഔട്ടിന്റെ സൂചനകൾ വരുമ്പോൾ ഇതുവരെ 3% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കൂടി പിന്നിടുന്നു. ആദ്യ 1 മണിക്കൂറിനടുത്തുള്ള സമയത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3.02% ആളുകൾ ഇതിനകം വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന കണക്കാണ് പുറത്തു വരുന്നത്. പാലക്കാട് എവിടെ വരെ പോകും വോട്ട് ടേൺ ഔട്ട് എന്നാണ് ചരിത്രത്തിലെ വലിയ ഒരു വോട്ട് കണക്കിലേക്ക്, ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് അവിടുത്തെ ഇന്നത്തെ കണക്കുകൾ പോകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. കൊടുമ്പിരി കൊണ്ട ഈ പ്രചരണം, ആവേശഭരിതമായ ഈ പ്രചരണം, വിവാദങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ കാലം, അല്ലെങ്കിൽ വിഷയഭരിതമായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അതേ നിലയ്ക്ക് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആ നിലയ്ക്കുള്ള ഒരു ആവേശം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അവർ അങ്ങനെ എല്ലാവരും, നമ്മൾ നേരത്തെ നോക്കിയാൽ അല്പസമയം മുമ്പ് മറ്റ് പല ജില്ലകളിൽ നിന്നായി വോട്ട് രേഖപ്പെടുത്താൻ ഇതിനുവേണ്ടി മാത്രമായി വന്നിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ വന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശവും എത്തിക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും വലിയ ആൾക്കൂട്ടമുണ്ട്. പക്ഷേ ഈ ഇന്നത്തെ ആദ്യ മണിക്കൂറുകളിലെ ഒരു തിരക്ക് കണ്ട് എവിടെയും വലിയ ആവേശമെന്ന് നമുക്ക് പൊതുവായി സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവേണ്ട ആളുകളുണ്ട്. മറ്റ് സർക്കാർ സർവീസിലേക്ക് ഇത് പൊതു അവധി ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ മറ്റ് ജോലികൾക്ക് പോവേണ്ട ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ആദ്യം വന്ന് വോട്ട് രേഖപ്പെടുത്തുക, പോവുക എന്നാണ്. അതുകൊണ്ട് ഇത് ഒരു മൊത്തത്തിലുള്ള ഒരു മണ്ഡലത്തിൻ്റെ ആവേശം നിലയ്ക്ക് ആദ്യ മണിക്കൂറിലെ ക്യൂവിനെ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.